ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ചുരത്തുമ്പിൽ വന്നാണ്. വയനാട് ചുരം. അതെ, വയനാട് ചുരത്തില്. അപ്പൊ നമുക്കൊരു തോന്നല്, ഒരു യാത്ര പോയാലോ. അപ്പൊ അത് 3 സ്റ്റേറ്റിൽ കൂടെയുള്ള യാത്രയാണ്: കേരള, തമിഴ്നാട്, കർണാടക. അപ്പൊ അങ്ങനെ ഒരു യാത്ര പോയാലോ? അപ്പം നമ്മൾ വണ്ടി എടുത്ത് നേരെ ഒരു വിടലാട്ടോ. നേരെ ചുരമൊക്കെ കടന്ന് നമ്മൾ നേരെ കൽപ്പറ്റങ്ങാടി കഴിഞ്ഞ് നമ്മൾ നേരെ മുത്തങ്ങയും കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയിരിക്കുന്ന എവിടെയാണെന്നറിയാം? നമ്മൾ ഗുണ്ടൽപേട്ടെത്തി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ട കേട്ടോ. അപ്പോൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുണ്ടൽപേട്ട് നേരെ റൈറ്റ് എടുത്ത് ചാമരാജ നഗർ റോഡ് പിടിച്ച് സത്യമംഗലം ഫോറസ്റ്റിലെ നമ്മളെ വീരപ്പനൊക്കെ വിരഹിച്ച ആ ഫോറസ്റ്റ് കൂടിയുള്ള ഒരു യാത്ര. ആ യാത്രയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താ എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കണ്ട് ദാ നോക്കൂ, ഒരു കുരങ്ങനെ ഇതാ ഊഞ്ഞാലാടുന്നു. അമ്മച്ചവടി, പല വടി ഞാൻ കണ്ടിട്ട്. അമ്മച്ചവടി ആദ്യമായിട്ട് കാണാം. കണ്ടോക്ക്. നമ്മൾ ഡിണ്ടിഗഡിലുള്ള അമ്മാവന്റെ വീട്ടിൽ വന്നാണ്. ഇവിടെ എന്താ കിട്ടുകയെന്ന് അറിയില്ല. കേറി നോക്കാം. വൈറ്റ് റൈസും പരിപ്പ് കറിയും നമ്മളെ ടൗണിലൊക്കെ കുറച്ച് ബീഫ് കറിക്ക് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് അടിക്കും. അല്ല ശാനെ, ഈ തമിഴ്നാട് കർണാടകയിലുള്ള പ്രശ്നം എന്ന് പറയാം, കാവേരി നദിക്ക് ചെല്ലിയുള്ള പ്രശ്നമാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ മലയാളിക്ക് ബാധിക്കുന്നില്ല. കാരണം മലയാളിക്ക് വെള്ളം വേണ്ട. മലയാളി എന്ന് പറഞ്ഞാണല്ലോ കുപ്പിയിലെ വെള്ളം വാങ്ങി ചന്തിയേക്കും. കൃഷി ചെയ്യുന്ന കാര്യങ്ങളിലോ ഒന്നുമില്ല. അവര് ഉപഭോക്തൃ സംസ്കാരം നിലനിർത്തി പോകുന്ന മലയാളികളാണ്. അതുകൊണ്ട് മലയാളിക്ക് മുല്ലപ്പെരിയാർ പൊട്ടിയാലും കുഴപ്പമില്ല, നിലാ നദി നിറഞ്ഞൊഴുകിയാലും പ്രശ്നമില്ല, കാവേരി എന്ത് പണ്ടാലും കുഴപ്പമില്ല. അതാണ് മലയാളി. അങ്ങനെ നമ്മൾ വീരപ്പന്റെ കാട്ടിലേക്ക് എന്തായാലും മരിച്ചുപോയി. നമുക്കൊന്ന് പോയി നോക്കാം വീരപ്പൻ വിരഹിച്ച കാട്. അങ്ങനെ നമ്മള് കർണാടകയോട് വിട പറഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. വെൽക്കം ടു തമിഴ്നാട്. അപ്പൊ നമ്മളിപ്പോഴും വീരപ്പന്റെ കാട്ടില് സത്യമംഗലം കാട്ടുകൂടി ഇങ്ങനെയുള്ള യാത്ര തുടരുകയാണ്. തമിഴ്നാട്ടിലെത്തി. ഇനി നമ്മൾ സാധാരണ കോഴിക്കോട് തന്നെയാണെന്ന് വയനാട് കയറിയിട്ട്, അല്ലെങ്കിൽ നിലമ്പൂർ വഴി ചുരം കയറിയിട്ട്, ഇങ്ങനെ 2 വഴിയാണ്. ഈ 2 വഴി അല്ലാതെ വേറൊരു വഴിയുണ്ട്. ആ വഴി നമ്മൾ ഇങ്ങ് കാണിച്ചു തരാം. ആ വഴിയാണ് ഈ വഴി. ഒരാനയുണ്ട്. ആന കുത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. അയ്യോ, ഞങ്ങളെ ആന കുത്താൻ വന്നു. മിസ്. അയ്യോ, ആലോചിക്കാൻ പറ്റുന്നില്ല. ആസை புன்னகை மூஞ்சினில் മൂഞ്ചി 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 മൂഞ്ചിനിൽ. ഞങ്ങൾ എല്ലാ വീഡിയോന്റെ എൻഡില് വരുന്ന മൂഞ്ചി പാട്ട്. ഹായ്, അപ്പൊ നമ്മള് സത്യമംഗലത്താണല്ലോ കേട്ടോ. സത്യമംഗലത്ത് നമ്മൾ റൂം എടുത്താണ്. അപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മൾ നാളെയാണ് നമുക്ക് ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടെ നല്ല ചൂടുണ്ട് പുറത്ത്. അപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. അവിടെ തണുപ്പിച്ച് ഐഫോണിന്റെ വില ചോദിച്ചു. 1,69,000 പറഞ്ഞു. അപ്പൊ നാളെ വരാൻ പറഞ്ഞു. സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എടുത്തേനെ. ഓക്കെ.